ഇത് നമ്മുടെ പൊട്ടുവെള്ളരി. വെയിലായാൽ പിന്നെ പൊട്ടുവെള്ളരിയുടെയും തണ്ണിമത്തൻ്റെയൊക്കെ കാലമാണ്. ഓരോ നാട്ടിലും ചിലപ്പോൾ ഇതിന് പല പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. ഇവിടെ പൊട്ടുവെള്ളരി എന്നാണ് പൊതുവേ പറയാറ്. പേരിൽ വെള്ളരിയോട് സാമ്യമുള്ള പോലെ തന്നെ കുരുവിലും അതുപോലെ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ ടെക്സ്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കടകളിൽ കവറിൽ പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടി കെട്ടിയായിരിക്കും ഇതിനിട്ടിട്ടുണ്ടാവുക. കാരണം ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ പൊട്ടും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പൊടികളൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയാണ് അവർ പരമാവധി അങ്ങനെ ചെയ്ത് വെക്കാറ്. അപ്പം പലവരും ഇത് കാണുന്നുണ്ടാവും, എന്നാൽ എന്താണെന്നറിയാത്തത് കൊണ്ട് വാങ്ങിക്കാതെ പോകുന്നുണ്ടാവും. പിന്നെ ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ശർക്കര മാത്രം ഗ്രേറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം. അതല്ലെങ്കിൽ അരി വറുത്തിടാം, അതിനൊപ്പം തന്നെ തേങ്ങ ചിരകി പഞ്ചസാരയോ ശർക്കരയോ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും തണ്ണിമത്തൻ പോലെ നമുക്ക് വേനലിൽ കുറച്ച് ചൂടിന് ശമനം തരുന്ന ഒന്നാണിത്.